ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ആദ്യം തന്നെ ഈദ് മുബാറക്. ഞാൻ എണ്ണീറ്റ് വന്നപ്പോൾ 7:30 എനിക്കിനി 8:15 പെരുന്നാൾ നിസ്കാരത്തിന് പോകണം. അപ്പം നമുക്ക് കറി കാച്ചാം. അതിനായിട്ടുള്ള തേങ്ങ ചെരുകി വെച്ചിരിക്കുന്നു, കടല കഴുകി വെച്ചിരിക്കുന്നു. തയ്യാറാക്കാൻ പോകണം കേട്ടോ. അല്പം തേങ്ങ, നേരത്തെ ഇട്ട അരിപ്പൊടിയാണ് കേട്ടോ. ഇച്ചിരി ഏലക്കാപ്പൊടി, 1 സ്പൂൺ പഞ്ചസാര, ഒരു നുള്ള ഉപ്പ്. നമ്മൾ കറി കാച്ചാൻ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന പഴത്തിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അതിൻ്റെ പകുതി എടുക്കണേ. ഇനി ഇതങ്ങോട്ട് എല്ലാം കൂടി ഇങ്ങനെ ഈ പഴം ഇടിക്കുകയും വേണം. നന്നായിട്ട് ഈ മാവിലേക്കിട്ട് കുഴച്ച് മിക്സാക്കി എടുക്കണം. ഉണ്ട കിട്ടുന്ന സമയം കൊണ്ട് എനിക്ക് ചായ കുടിക്കണം. അതിനായിട്ടുള്ള ഉണ്ട കുഴച്ച് ചപ്പാത്തിയുടെ ഉണ്ട കുഴക്കുന്ന പോലെ ആക്കിയിട്ടുണ്ടേ. പണ്ടത്തെ കാലത്ത് വെറുതെ മാവെടുത്ത് കുഴക്കുമായിരുന്നു, പക്ഷെ ഇപ്പം ചേരുവയൊക്കെ ചേർത്താണ് അമ്മച്ചി ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കാം. അങ്ങനെ ഉണ്ട ഇട്ട് കഴിഞ്ഞ് ഇതിട്ട് കുഴക്കുന്നത് എടുക്കുന്നതിന് മുമ്പ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഏത്തപ്പഴം പൊളിച്ചതിന് ശേഷം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അമ്മച്ചി അരിഞ്ഞെടുക്കുവാണ് കേട്ടോ. ഏത്തപ്പഴം മൊത്തം അരിഞ്ഞ് തീർന്നിട്ടുണ്ടേ. ആദ്യം പിഴിഞ്ഞ തേങ്ങാപ്പാൽ മാറ്റി, അത് കഴിഞ്ഞിട്ട് ആക്കിയ പാല് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. നമ്മൾ കഴുകി വെച്ച് കൊടുത്തിരുന്ന കടലപ്പഴുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ആവശ്യത്തിനായുള്ള അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഞാൻ ആ സമയത്തിന് കയറി കുളിച്ചിട്ട് വരാം. നമുക്കിത് ഉരുട്ടി വെച്ചിരുന്ന നമ്മുടെ ആ ഉണ്ട അങ്ങോട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഏത്തപ്പഴം ചേർക്കാവേ. നന്നായി ഇളക്കാം. ശേഷം കുറുക്ക് കിട്ടാനായി നമുക്ക് കുറച്ച് അരിപ്പൊടിയും വെള്ളവും കൂടി നന്നായി മിക്സാക്കി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. ആ സമയത്ത് ഞാൻ കുളിച്ചത് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇടാനായിട്ട് അത് വരുമ്പോൾ പോയി. അപ്പം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരുന്ന തേങ്ങയുടെ ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഏലക്കി മിക്സാക്കി കൊടുക്കാം. അല്പ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. മധുരത്തിന് ആവശ്യമായി പഞ്ചാര ചേർക്കാം. ഇളക്കി കൊടുക്കാം. നെയ്യ് ഒഴിക്കാം. കുറച്ച് ഉള്ളി അരി നമുക്ക് അതിലേക്ക് ഉള്ളി ഇടാം. ഇത് റെഡിയായി. ഫ്ലെയിം കിടന്ന് മൂക്കട്ടെ. കുറച്ച് മുന്തിരി, ഇതിലേക്ക് ആവശ്യമായ പിന്നെ അണ്ടിപ്പരിപ്പിട്ട് നന്നായി ഇളക്കാം. അതും അതിൻ്റെ അകത്തേക്ക് മുന്തിരിയും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. അതും കൂടി അതിൻ്റെ അകത്തേക്ക് ഇടാം. സൂപ്പർ ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിത് കുടിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഹജ്ജ് പെരുന്നാളിൻ്റെ നിസ്കാരത്തിന് പോകാനേ. സൂപ്പർ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.